Okay, good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്താ നോക്കി, ദെൻ കമ്പനി ഫോർമാറ്റ്, കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ, joint stock company or simply a company is a voluntary association of persons generally formed for undertaking some big business activity. It is established by law and can be dissolved by law. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് പേഴ്സൺസിൻ്റെ വോളണ്ടറി അസോസിയേഷൻ ഒരു യൂണിറ്റിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് നോർമലി സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് ജോയിന്റ് സ്റ്റോക്ക് ഫാമിലി എന്നൊക്കെ പറയുന്നത് ഒരു ബിഗ് ബിസിനസ് ആക്ടിവിറ്റി, ഒരു വലിയ ബിസിനസ് ഓഫ് ആക്ടിവിറ്റീനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും, അതിൻ്റെ കൺട്രോൾ ബൈ എപ്പോഴും എന്തായിരിക്കും ലോഫുൾ, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ലീഗൽ ഫോർമാലിറ്റിയിൽ നിന്നിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് കമ്പനീനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ലോ ആയിരിക്കണം, ലോ പ്രകാരമായിരിക്കണം. അതേപോലെ ആ ഫേം ഡിസൊല്യൂഷൻ സമയത്തും, അതായത് കൂട്ടുന്ന സമയത്തും നമ്മൾ എന്ത് പാലിച്ചിരിക്കണം, അണ്ടർ ലോൻ്റെ നിയമപ്രകാരമായിരിക്കണം. കാരണം ഇത് ഡീൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞൊരു ബിഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ. അപ്പം അതാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. ദ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് സോ ദാറ്റ് ഈവൻ ഇഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ഡൈ ദ കമ്പനി റിമൈൻസ് ഇൻ എക്സിസ്റ്റൻസ്. അല്ലേ, അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ അത് കമ്പനിയും വ്യക്തിയും തമ്മിൽ എന്താണ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മരണം, ആരെങ്കിലും മരിച്ചു പോകാന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, കമ്പനീനെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അവിടെ ആ കമ്പനീനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിയും വ്യക്തിയും രണ്ടായിട്ടായിരിക്കും നമ്മൾ ഇത്തരം കമ്പനീസിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് മണി ഫോർ സം കോമൺ പർപ്പസ്. എന്തൊരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അതിലെ മെമ്പേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക, മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ മണി സോ കോൺട്രിബ്യൂട്ടഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ യൂണിറ്റ്സ് ആൻഡ് കോൾഡ് ഷെയർസ്. കമ്പനീൻ്റെ ക്യാപിറ്റലിന് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഷെയർസ് ആയിട്ടായിരിക്കും നമ്മൾ കമ്പനിയിൽ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ അതിനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഇത്തരം ഓരോ ഷെയർസ് ആയിട്ടായിരിക്കും നമ്മൾ വലിയ കമ്പനിയിൽ നമ്മളെ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാൽ, a joint stock company is an artificial person in the sense that it is created by law and it does not possess the physical attributes of natural person. അതായത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ കാണുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും ബിസിനസ്സിനും ഓണേഴ്സിനും തമ്മിലുള്ളത്. അപ്പം അതേപോലെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡിസോൾവ് ചെയ്യുന്നതും അണ്ടർ ബൈ ലോ പ്രകാരമായിരിക്കാം. അതുകൊണ്ട് തന്നെ കമ്പനീനെ എപ്പോഴായിട്ട് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അല്ലെ, ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കും കമ്പനീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള പറഞ്ഞ ഫോമിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഫോർമേഷൻ എങ്ങനെയായിരിക്കും, joint stock company is time consuming and it involves preparation of several documents and അല്ലേ, ഫോർമേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമോ? അല്ല, നമ്മൾ പറഞ്ഞു അതെന്താണ്, വലിയൊരു ടൈം വലിയൊരു പ്രോസസ്സ് ആയിരിക്കും. നമുക്ക് നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഒരുപാട് പേപ്പേഴ്സും ഒക്കെ അതിനാവശ്യമായിട്ടുണ്ട്. കാരണം നിയമപ്രകാരമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനെന്തായിരിക്കും, ഒരുപാട് ടൈം എടുക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫോർമേഷൻ ടൈം എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ പറഞ്ഞു, ഒരു കോമൺ സീൽ, അല്ലെ, ഒരു കമ്പനിക്ക് അതിൻ്റെതായ ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഫിസിക്കൽ, അതായത് എന്താ പറയുന്നത്, കമ്പനി ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, സിസ്റ്റമാറ്റിക് ആക്ട് ത്രൂ ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബട്ട് all contracts entered by them shall have to under the common seal of the company. ഒരു കമ്പനിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു കോമൺ സീൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പെർപെച്വൽ എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും,
നമ്മൾ പറഞ്ഞു കമ്പനീസ് എൻജോയ്സ് കണ്ടിന്യൂസ് അല്ലേ, അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നമുക്കത് എൻജോയ് ചെയ്തിട്ട് അതായത് ഒരാൾ എത്ര വ്യക്തികളുണ്ട് അയാളുടെ ഒരു എന്താ പറയുക ഇൻസോൾവൻസിയോ ഡെത്തോ നമ്മളെ ഈ കമ്പനീൻ്റെ ഗ്രോത്തിനെ എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകാം. കമ്പനീനെ ഡിഫറെൻ്റ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കാം, ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ധാരാളം മെമ്പേഴ്സിൻ്റെ ഇറ്റ്സ് എ വലിയ ലാർജ് ബിസിനസ് ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലയബിലിറ്റി ഓരോ മെമ്പേഴ്സിനും എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കാം. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എങ്ങനെയാണ്, അവരെ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചായിരിക്കാം. അതായത് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ആർ ഫ്രീ ടു ട്രാൻസ്ഫർ ദ ഷെയർസ് ഹെൽഡ് ബൈ അതേഴ്സ് ആൻഡ് വെൽ അല്ലെ, ആരൊക്കെയാണോ ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന അവർക്കൊക്കെ നമുക്ക് ഫ്രീലി എന്ത് ചെയ്യാം, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കും, മിനിമം 2 members ആർ required in the case of private limited company and 7 members in the case of public limited company. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 persons ഉണ്ടായിരിക്കണം. ദെൻ അതൊരു പബ്ലിക് കമ്പനി ആണെന്നുണ്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മിനിമം എത്ര ആളുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, മിനിമം ഒരു 7 members ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അതായത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആൻഡ് ഏരിയാസ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ ക്യാപിറ്റൽ ഓഫ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണ് നോക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രൈവറ്റ് കമ്പനിയും ദെൻ പബ്ലിക് കമ്പനിയും. ഓക്കെ, 2 രീതിയിലാണ് ഉള്ളത്. പ്രൈവറ്റ് കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 or more persons, മിനിമം 2 persons ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, അണ്ടർ കമ്പനീസ് ആക്ട് 1956 പ്രകാരമായിരിക്കണം ഇത് ഫോം ചെയ്യുന്നത്. പിന്നെന്താണ് അതിൽ പറയുന്നത്, ഇറ്റ് കനോട്ട് ഹാവ് മോർ ദാൻ 50 members. 50 members കൂടാൻ പാടില്ല. മിനിമം 2 members ഉണ്ടായിരിക്കണം. പക്ഷേ 50 members കൂടാനും പാടില്ല. മിനിമം അത് 50 വരെ പാടുള്ളൂ. എന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനീസ് ദെൻ കനോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക് ടു പർച്ചേസ് ഷെയർസ്. അതായത് പബ്ലിക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർസും ഡിബഞ്ചേഴ്സും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അണ്ടർ പ്രൈവറ്റ് ലിമിറ്റേഷൻ ആയിരിക്കും. അപ്പം പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ എന്ത് ചെയ്യാൻ പറ്റില്ല, പർച്ചേസ് ചെയ്യാനുള്ള അനുവാദമില്ല. ദെൻ എന്താണ്, ഇറ്റ് റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ടു സെൽ ഓർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അല്ലേ, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനോ സെല് ചെയ്യാനുള്ള ഒക്കെ ലിമിറ്റേഷൻസ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. എവിടെ ഉണ്ടാവുക, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. ദെൻ എന്താണ്, ഇത് മസ്റ്റ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണം, 1 lakh ആയിരിക്കണം. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മിനിമം 1 lakh ആയിരിക്കണം. മിനിമം 2 persons ആയിരിക്കണം. മാക്സിമം 50 ആണ്, 50 കൂടാൻ പാടില്ല. പിന്നെ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഷെയർസ് ഒന്നും എന്താ പറയുക സെല് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്, പബ്ലിക് കമ്പനി. ഓക്കെ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പ്രൈവറ്റ് കമ്പനി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയിൽ എങ്ങനെയാണ്, പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര പേഴ്സൺസ് വേണമെന്ന് പറഞ്ഞു നമ്മൾ, 7 persons. ഇവിടെ മിനിമം പ്രൈവറ്റിൽ മിനിമം 2 persons ആണെങ്കിൽ ഇവിടെ മിനിമം എത്ര വേണം, 7 persons ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെന്താണ് പറയുന്നത്, പിന്നെ അൺലിമിറ്റഡ് ഉണ്ടോ, ലിമിറ്റേഷൻസ് ഉണ്ടോ, ഇല്ല. മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. മിനിമം 7 members വേണം. മാക്സിമം അൺലിമിറ്റഡ് ആണ്, നമ്പർ ഇല്ല ഇവിടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ. ദെൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയായിരിക്കണം, 5 lakh. മറ്റേത് 1 lakh ആണ്. ഇവിടെ എത്രയാണ്, മിനിമം 5 lakh ഉണ്ടായിരിക്കണം. ദെൻ എന്താണ്, ഷെയർസ് ഓപ്പണിംഗ് അല്ലേ, നമുക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് ഓപ്പൺ ഇൻവിറ്റേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസും മറ്റതിൻ്റെ ഓപ്പോസിറ്റ് ഷെയർസും ഡിബഞ്ചേഴ്സും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ മെറിറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് എന്താണ്, ലാർജ് റിസോഴ്സസ് ആയിരിക്കും അല്ലേ. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ഓഫ് എക്സിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, അതൊരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആയിരിക്കും. ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും. ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. ടാക്സ് ബെനിഫിറ്റ്സ്, അതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് മെറിറ്റ്സ് ആയിട്ട് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനൊക്കെ പറയുന്നത്.
സെക്കൻഡ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. വാട്ട് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിച്ച് ഈസ് രജിസ്റ്റേർഡ് ആസ് എ കമ്പനി in one country but carries on business in a number of other countries by setting up factories. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസ് ആയിരിക്കും. അതായത് ഒരു എന്താ പറയുക, ഒരു രാജ്യത്ത് ഒരു കൺട്രിയിലായിരിക്കും അവരെന്ത് ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പോകാതെ അതിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ ബിസിനസ്സിനെ സെറ്റപ്പ് ചെയ്യുന്നതും നമ്പർ ഓഫ് കൺട്രീസിലായിരിക്കും ആ ബിസിനസ് ക്യാരി ചെയ്യുന്നതും ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു സ്ഥലത്തായിരിക്കും അത് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ട് വേറെ അതർ കൺട്രീസിലും അതിനെന്ത് ചെയ്യാം, ക്യാരി ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കും മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനെന്താണ്, ബ്രാഞ്ചസ് ഓർ സബ്സിഡിയറി യൂണിറ്റ് സച്ച് എ company may produce goods or arrange services in one or more countries and sell these in the same അതായത് അതിൻ്റെ ബ്രാഞ്ചസ് ആയിരിക്കും നമ്മൾ വേറെ കൺട്രീസിൽ ആ ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി ബിസിനസ് ഇല്ലേ നമുക്ക്. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ബിസിനസ് തന്നെ ഇപ്പം പാരഗൺ ഹോട്ടലൊക്കെ തന്നെ എടുക്കാം, അത് വിദേശത്തും ഉണ്ട് അല്ലേ, ഗൾഫിലുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വേറെ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ അങ്ങനത്തെ ഒരു ബിസിനസ്സിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി മലബാർ ഗോൾഡ്, അതാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ്, അതായത് ഒരു സ്ഥലത്തായിരിക്കും ഇത് സ്ഥാപിച്ചത്, അപ്പോൾ അതായിരിക്കും അതിൻ്റെ സെൻറ്റർ. അവിടെ നിന്ന് സെൻട്രലൈ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും ഡിഫറെൻറ്റ് കൺട്രീസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ആ സെൻട്രലിലായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ്, സെൻട്രലൈസ്ഡ് മാനേജ്മെൻ്റ് ആയിരിക്കും. വേൾഡ് വൈഡ് സ്പ്രെഡ് ഓഫ് ബിസിനസ് ആണ്. ദെൻ ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ലേ. ഒരു ബിസിനസ് ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ട് കുറേ സ്ഥലങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഓഫ്കോഴ്സ് എന്തായിരിക്കും, ആ ബിസിനസ് സക്സസ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും, ലാർജ് സൈസ് ആയിരിക്കും. അങ്ങനെ ആക്സസ് ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലേ, വലിയ ഔട്ട് ഓഫ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള ആക്സസ് കുറച്ചും കൂടി ഇക്കോണമിനെ സംബന്ധിച്ച് കൂടുതലാണ്. ദെൻ സ്പെഷ്യൽ അറ്റൻസ് ടു അഡ്വർടൈസ്മെൻറ്റ് അല്ലേ. അഡ്വർടൈസ്മെൻറ്റിൽ ഇത്തരം കമ്പനീസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും, ഇതൊരു റിച്ച് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് ആണെന്നുള്ളതും എല്ലാ ജനങ്ങളിലേക്കും എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡായിട്ടും അത് എത്താൻ പറ്റുന്നൊരു ലെവലിലായിരിക്കും അത്തരം കമ്പനീസ് ഉണ്ടാവുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, ധാരാളം ഫോറിൻ മണീസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ, ധാരാളം പേർക്ക് നമുക്ക് തൊഴിലവസരം കൊടുക്കാം. ഒരുപാട് യൂണിറ്റ്സ്, വലിയ ബ്രാഞ്ച്, വലിയ ബിസിനസ് ആവുന്ന സമയത്ത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ലാർജ് സ്കെയിൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ദെൻ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലേ, ഏറ്റവും ബെസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ എന്താണ്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ് ആൻഡ് ഇൻഫ്ലോ ഫോറിൻ എക്സ്ചേഞ്ച്. ദെൻ ഹെൽത്തി കോമ്പറ്റീഷൻ, ഇത്രയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് നാഷണൽ കോർപ്പറേഷൻ എന്തൊക്കെയായിരിക്കും, ലീസ്റ്റ് കൺസേൺ ഫോർ പ്രയോറിറ്റീസ് ഓഫ് ഹോസ്റ്റ് കൺട്രീസ്, ദെൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡൊമസ്റ്റിക് എൻ്റർപ്രൈസസ്, ചേഞ്ച് ഇൻ കൾച്ചർ. ഈ 3 കാര്യങ്ങളാണ് ആകെ കൂടി അതിന് വരുന്നൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ എന്താണ്, ദെൻ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് വെർ two or more independent firms contribute capital and participate in business operations. അതായത് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ബിസിനസ്സുകാർ തമ്മിൽ എന്താണ് ചെയ്യുക, അവരൊരു ഇൻഡിപെൻഡൻ്റ്ലി ഫോം ചെയ്യുന്ന അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫോം ഓഫ് ബിസിനസ്സിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ദീസ് 2 ഓർഗനൈസേഷൻ മേ ബി എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഓർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഫോറിൻ അല്ലേ. നമ്മൾ പറഞ്ഞു ഈ ഓർഗനൈസേഷൻ രണ്ടോരധികം ഓർഗനൈസേഷൻസ് തമ്മിലുള്ളൊരു ടൈപ്പാണ് ജോയിൻറ്റ് വെഞ്ചർ. അത് ഒന്നുകിൽ പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആവാം, അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസ് തമ്മിലാവാം. അങ്ങനെ ആര് തമ്മിൽ വേണമെങ്കിലും അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ആക്സസ് ടു അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലേ. 2 ബിസിനസ് യൂണിറ്റ്സ് തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസിൽ ഒരു വലിയ ഗ്രോത്ത് ഉണ്ടായിരിക്കും, അതൊരു ഫീച്ചറാണ്. ദെൻ ഒപ്റ്റിമൽ യൂസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ദെൻ പൂളിംഗ് റിസോഴ്സ് ആൻഡ് എക്സ്പെർട്ടൈസ് ആയിരിക്കും. ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കും. ഷെയറിങ് റിസ്ക് ആൻഡ് റിവാർഡ്സ്. അത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ
ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലുള്ളത്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതിൽ തന്നെ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി, ദെൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ നോക്കി. അതായത് നമ്മളിപ്പം കാണുന്ന വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളെയാണ് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്താണെന്ന് നോക്കി.